എന്താ പറ്റി? എന്റെ ഫോൺ നമ്പർ ഒന്ന് ചേഞ്ച് ആക്കണായിരുന്നു. അമ്മയുടെ നമ്പർ കൊടുത്താൽ മതി അതില്. ഇന്നെന്തായാലും പറഞ്ഞത് നന്നായി. പിന്നെ നാളെ ദിവസത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഓക്കെ, എന്തായാലും നമ്പർ പറ, ഞാനിതില് ആഡ് ചെയ്തോളാം. ശരി മോളെ, എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആ കാണുന്നതാണ് ആ കേളി ഹയർ അല്ല കേട്ടോ. ഇവളോ? അതെന്താ ഇവളെന്താ പറ്റില്ലേ? ഈ വഴി വരുന്നേ. സോറി പൊക്കോ. ഒന്നുമില്ല. ഇവനിക്കിതെന്ത് പറ്റി? എടാ വേണ്ട, ഇത് മൊത്തം നിന്റെ മേത്ത് എറിയാനുള്ളതാ. എടാ പോടാ, നമുക്കതിട്ട് പൊരിച്ച് കഴിക്കാം. കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് നീ പൊരിച്ചല്ലല്ലോ കഴിച്ചേ, എന്റെ മേത്ത് എറിഞ്ഞല്ല നീ. ആ പൂതി അങ്ങ് തീർത്തത് പറഞ്ഞു നിക്ക സമയല്ലേ, എറിഞ്ഞൂടെ അങ്ങോട്ട്. എന്റെ തലയിലൊക്കെ ഛർദിക്കാൻ വേണ്ട. അവന്റെ ഫേസ് ഒന്ന് നോക്കി. പോടാ. ഇവള് ബർത്ത്ഡേ ഡേറ്റ് എന്നാണോ എന്തോ, അവളെ പേരും കാണുന്നില്ലല്ലോ. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേട്ടാ എന്താ ഒന്ന് നിക്കവിടെ. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ആ പെണ്ണിനെയാണോ? എന്താ നിനക്ക് വേണ്ടേ? പറഞ്ഞപ്പോ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഡൗട്ടായിട്ട്. അതെ അതെ അതെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്? എന്റെ പൊന്നോ അതെ. അവൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടെന്നാ. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫുഡ് കഴിക്കാൻ വന്നേ. അമ്മയോട് നിക്ക, ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോ. ഈ പ്രായത്തിൽ നിനക്കെന്ത് ഇത്ര പ്രധാനപ്പെട്ട കാര്യം? വന്ന് ഫുഡ് കഴിക്ക, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക. ഇതാ വരുന്നു. എടാ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഹൃതിക്. ഓ വരാം അമ്മേ, ഒന്ന് പോ. എല്ലാരും ഒപ്പമല്ല ഫുഡ് കഴിക്കാറ്, ഒന്ന് ഫുഡ് കഴിക്കാൻ വാ. ഞാൻ ഇന്ന് വന്നില്ലെങ്കിൽ ഭൂമി കുലുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ, ഒന്ന് പോ അമ്മേ പ്ലീസ്. ഞാൻ പറയാള് പറഞ്ഞു, വേണമെന്നെ ഫുഡ് കഴിച്ചോ. ഇനി വിളിച്ചില്ലെന്നുള്ള പരാതി ഉണ്ടാവരുത്. ആ കിട്ടി. ആ റീനയുടെ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക് ആണല്ലോ. അപ്പോഴേക്കും എന്ത് സർപ്രൈസാ ഞാൻ കൊടുക്കുക? അച്ഛാ എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട്. ഈ പ്രായത്തില് സംശയങ്ങൾ വേണം, അതാണ് ഒരു ബുദ്ധിമാന്റെ അടയാളം. എന്ന് ഞാൻ ചോദിക്കട്ടെ? ആ ചോദിക്കോ. അച്ഛാ 4 പേരുണ്ട്, എ ബി സി ഡി. ഇതില് ബി എന്ന ആള് ഗേൾ ആണ്, എയും സിയും ഡിയും ബോയ്സും ആണ്. ഡി ഒരു ദിവസം എയും ബിയും സംസാരിക്കുന്നത് കണ്ടു. ഐ മീൻ ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, ഇഷ്ടത്തിലാണ്. പക്ഷെ അച്ഛാ ഡിയോട് സി പറഞ്ഞിട്ടുണ്ട് ബിയും സിയും ഇഷ്ടത്തിലെന്നാ. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഫോൺ നമ്പറും ബർത്ത്ഡേക്ക് ഗിഫ്റ്റും എല്ലാം കൈമാറുണ്ട്. അപ്പച്ചാ ശരിക്കും ബി എന്ന ഗേള് എന്റെ ആണോ അതോ സിന്റെ ആണോ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇതിൽ ആരോ ഒരാള് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് എയും ആവാം അല്ലെങ്കിൽ സിയും ആവാം. സി ആവോ? എന്താ ഇത്? ഞാൻ അവിടേക്ക് കേൾക്കുന്നുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. എന്താ ആൽഫബറ്റിക്കിന്റെ ക്ലാസ് എടുക്കാണോ? അത് നമുക്ക് ആൽഫബറ്റിക് പോലെ അറിയില്ലല്ലോ. ഇതൊക്കെ ആരാ പറഞ്ഞത് നിന്നോട്? എനിക്ക് അതൊക്കെ അറിയാം. അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഓ എന്നിട്ട് ഇളിച്ചോണ്ടിരിക്കുകയാണല്ലോ നിങ്ങള്. അതൊക്കെ പോട്ടെ, അവൻ എവിടെടി? ചേട്ടന്റേതായിട്ടുള്ള ലോകത്താ. അവളെ എന്റെ ബർത്ത്ഡേ ഈ മാസം. അതുപൊളി. ഹൃതികേ വരുന്നു. ഫോൺ എവിടെ? അത് തരാം കുറച്ച് കഴിഞ്ഞ് തരാം. എന്തെന്ന് കുറച്ച് കഴിഞ്ഞ് ശരാന്ന്? എനിക്കിപ്പോ തന്നെ വേണം. എന്റെ ചക്കര അമ്മയല്ലേ, കുറച്ചു നേരം. ഇതെന്താ പാട്ടും കേട്ട് ഉറങ്ങിയോ? പാട്ട് ആസ്വദിക്കുക. കുറച്ച് കഴിഞ്ഞാലേ ഫോൺ തന്നേക്കണം കേട്ടോ, കൊറേ നേരം ഉപയോഗിക്കേണ്ട നീ. ശരി. അവളെ നമ്പർ ഇതിലുണ്ടല്ലോ, പക്ഷേ ഈ നമ്പർ അല്ലല്ലോ ആദ്യം എനിക്ക് തന്നത്. എന്തെങ്കിലും ആവട്ടെ, വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഇതാരാ മെസ്സേജ് അയക്കുന്നത്? ചോദിച്ചു നോക്കാം. ആ മെസ്സേജ് വന്നു. ആരാണോ? ഹൃതിക്. ഹൃതികോ? വേറെ മെസ്സേജ് അയച്ചു. ചോദിച്ചു നോക്കാം. എന്തിനാ മെസ്സേജ് അയച്ചതെന്നോ? താങ്ക്സോ? ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതിനാ. ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നില്ലായിരുന്നോ? അതിനായിരുന്നു. അയ്യേ, അതിനൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് എന്ന് പറയോ?
ഒരു വിട്ടെടുക്കാം, അല്ലാതെന്താ. ഇവളെന്താ വേറൊരു മെസ്സേജ് അയക്കാത്തെ? ആ സുഖല്ലേ ചോദിച്ചോക്കാം, ഞാൻ അങ്ങോട്ടേ. സുഖല്ലേന്നോ? ഇതിപ്പോ എന്തിനാ ഇവ പറയണേ? ഇതെന്തോന്ന് എന്ത് ചോദിച്ചാലും ഫുഡ് കഴിച്ചു ചോദിച്ചോക്കാം. ഓ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഫുഡ് കഴിച്ചു? വീണ്ടും നിന്റെ ബർത്ത്ഡേ എന്നാന്ന് വെറുതെ ചോദിച്ചു നോക്കാം. അയ്യോ ഓള് പോയല്ലോ വാട്സപ്പിൽ നിന്ന്. എന്തൊരു ശല്യം ഇത്. അയ്യോ വാട്സപ്പ് തുറന്നതാ പ്രശ്നമായത്. രാമിനോട് ഇതെന്തായാലും പറയണം. ആക്ച്വലി ഋത്തിക്കിന് അറിയാലോ എനിക്ക് റാമിനോട് ഇഷ്ടം. പിന്നെ എന്തിനാണിത് ഇങ്ങനെ പറ്റിയതാ? മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? തന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഹൃതിക്, അവൻ എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവൻ എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നേ? ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, എന്താ ചെയ്യുന്നേ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഒരു കളയം വെച്ചിട്ടുള്ള ഒരു സാധനം അവൻ കൊടുത്തു നോക്കിയപ്പോ അത് അവനക്ക് ഗിഫ്റ്റ്. ബസ്സിൽ കയറുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടാവും, ഞാൻ എവിടേക്ക് ഉണ്ടോ അവൻ അവിടേക്ക് ഉണ്ടാവും. അയ്യോ അയ്യോ നിർത്ത്. ഓഹോ ഇപ്പൊ അങ്ങനെയായി. റീന 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 പ്ലീസ്, ഞാൻ പറയാം ഓക്കെ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആടി, അതുകൊണ്ടാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ? നിനക്ക് ടീന എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് ഹൃത്തിക്കും. നീ ഒന്ന് കൂളാവോ? ഞാൻ പറയുന്ന കേക്ക്, ഞാൻ ഇതൊക്കെ ശരിയാക്കി തരാം. മനസ്സിലായോ? എന്റെ ദൈവമേ, ഇനിയിപ്പൊ ഹൃത്തിക്ക് എവിടെ പോയോ എന്തോ. നിനക്കൊരു കാര്യം അറിയോ? എന്താ? നീ റീനയോട് ചാറ്റ് ചെയ്യാറുണ്ടല്ലേ? ഇവനിതെങ്ങനെ അറിഞ്ഞ്? ഉണ്ട്. ഈ എങ്ങനെ അറിഞ്ഞു? ഞാനത് ടീനയും റീനയും സംസാരിക്കുന്ന കേട്ടതാ. ഓ നിനക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ? എന്ത് ഡൗട്ടാ? എന്തിനപ്പ ഡൗട്ടിന്റെ ആവശ്യം? അതൊക്കെ പോട്ടെ. പിന്നുണ്ടല്ലോ അവൾ കമ്മിറ്റഡ് ആണ്. ഇങ്ങനൊരു മണ്ടൻ, അത് എനിക്കറിയാലോ. ഞാൻ അവൾ ഇഷ്ടത്തിലാണെന്ന കാര്യം ഇവൻക്കറിയില്ലല്ലോ. അയ്യോ ഞാനത് മറന്നു. നീ എന്തോന്നും പറയാത്തേ? ആണോ? അയ്യോ ആരാ അത്? ആരാ ചോദിക്കുകയാണെങ്കിൽ ആളെ പേരൊന്നും അവര് പറയുന്നില്ല, പക്ഷേ ആള് നല്ല സുന്ദരനാണെന്ന് പറഞ്ഞേ. അത് പിന്നെ അങ്ങനെ തന്നെ ആവല്ലോ. ആണോ? കുറച്ച് വർഷം കൂട്ടി പറഞ്ഞാലും ഇഷ്ടത്തിലാണെന്ന്. അതാവുമ്പോ കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് വിചാരിച്ചോളൂ. പിന്നെ ഇവൻ റീനയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തൂലായിരിക്കും. ഏകദേശം 2 വർഷമായിട്ടുണ്ട്. അപ്പൊ ഇത് റീനക്ക് അറിയായിരുന്നോ ഞാൻ 2 വർഷമായിട്ട് അവളെ ഫോളോ ചെയ്തത്? അപ്പൊ അവക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്നർത്ഥം. എന്നാ പിന്നെ ആദ്യം അവൾക്ക് പറഞ്ഞാ പോരായിരുന്നോ? നീ എന്താടാ ആലോചിക്കണേ? ആണോ? അതേടാ. പിന്നെ വേറൊരു സീക്രട്ട് ഉണ്ട്. പറ. നമ്മുടെ ക്ലാസ്സിലാ പഠിക്കണേ. അതിനെന്തിനാ ചിരിക്കണേ? ആണോ? നീ അത് കൊറേ നേരമായല്ലോ. ആണോ 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 നിർത്ത്. ഇതൊക്കെയാണ് ഞാൻ ടീനയും റീനയും സംസാരിക്കുന്ന കേട്ടത്. അതേപോലെ തന്നെ ഈ ഓൾക്ക് ഇനി മെസ്സേജ് ഒന്നും അയക്കാൻ നിക്കണ്ട, അവൻ നല്ല അടിക്കുന്ന കേട്ടത്. ഇതാണോ റീന എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ആരെയും തല്ലല് പോലും ഇല്ല. ഞാനിനി മെസ്സേജ് അയക്കത്തില്ല, എനിക്ക് പേടിയാണേ. വെറുതെ തല്ല് വാങ്ങണ്ടല്ലോ, മെസ്സേജ് അയക്കണ്ടാന്നേ. ഹമ്പോ നീ ഇത് പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ എനിക്ക് എത്ര തല്ല് കിട്ടിയേനെ. ഇവനെന്താ ഈ നാടകത്തെ ഡയലോഗ് പോലെ പറയുന്നേ? നീ റീനയോട് പറയണേ ഞാൻ ഇനി നോക്കില്ല, മെസ്സേജ് അയക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ലെന്ന്. പ്ലീസ് എടാ. പറയാം. താങ്ക് യു. ഇങ്ങനൊരു മണ്ടൻ. ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒരുമാതിരി. എന്തെങ്കിലും ആവട്ടെ, ചെറിയ പേടിയൊക്കെ വന്നിട്ട് തോന്നുന്നു. എന്തിനാ വിളിച്ചത്? ഞാനതിന് റീനയാണല്ലോ വിളിച്ചത്. റീന തന്നെ പറഞ്ഞത് ഞാൻ പോയാ മതി. അതെന്താ അവൾ അങ്ങനെ പറയാൻ കാരണം? എനിക്കറിയാൻ പാടില്ല. ഈ ഹൃത്തിക്ക് എവിടെ പോയി? റീനയെ ഒഴിവാക്കി ഇവൻ ടീനയെ എടുത്തോ? ഇവര് തമ്മിൽ എന്താ സംസാരിക്കുന്നേ? അല്ല അതവിടെ നിക്കട്ടെ. നീ ഇന്ന് ആരെങ്കിലും കുറിച്ച് സംസാരിച്ചിരുന്നോ രാവിലെ? നീയും റീനയും രാവിലെ കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ചോദിക്കുന്ന ഒരാള് എന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും സിനിമയെ കുറിച്ച് സംസാരിക്കാറ്, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാറില്ല. ശരി ശരി, എനിക്ക് റീനയോടായിരുന്നു സംസാരിക്കാനുള്ളത്. എന്നാ നീ പോയിക്കോ. ഓക്കെ. അവിടെ നിക്ക്. എന്താ? കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുക്കാൻ വേണ്ടി തന്നില്ലായിരുന്നോ ഫിസിക്സിന്റെ? പേപ്പർ. എത്ര ദിവസമായി നിനക്ക് തന്നിട്ട്? ഇപ്പഴാ തരുന്നേ? നീ ഇപ്പൊ ഇത് വാങ്ങ. ഒന്നേ ഉള്ളൂ. റീനക്കുണ്ട്, റീനയോട് വരാൻ പറ, എന്നാലേ ഞാൻ കൊടുക്കൂ. ലെറ്ററോ? റീന പോയപ്പോ ടീന. എന്റെ ദൈവമേ, എനിക്ക് ടീനയോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇവ റീനയുടെ പിറകൊന്നും പോവൂല. റീനക്ക് ഇത് കേട്ടാ നല്ല സന്തോഷാവും. എന്നാലും റീന എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇവള് കള്ളം പറയായിരിക്കും. എന്റെ റീന അങ്ങനെ ഒന്നുമല്ല. എടാ എന്തോന്ന്? ഒന്നുമില്ല, നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്.
സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നീ ഇപ്പൊ വിചാരിച്ചല്ലോ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അത് നീ എന്താ ഈ പറയുന്നത്? നീ നാളെ നല്ല ഭംഗിയിൽ വേണം വരാനായിട്ട്. എന്തിന്? അയ്യോ, മോൻക്കൊന്നും അറിയത്തില്ല. മോന്റെ ചുറ്റുകളിയൊക്കെ നമ്മക്ക് അറിയാമേ. എന്ത് ചുറ്റുകളി? നീ നമ്മുടെ ക്ലാസ്സിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നില്ലേ? ഇവനോട് ഇനി റീന പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആരാ പെണ്ണ്? ഫസ്റ്റ് ലെറ്റർ പറയട്ടെ? എപ്പോഴും ഫസ്റ്റ് ലെറ്റർ അല്ലേ, നമുക്ക് ലാസ്റ്റ് പിടിക്കാം. എന്നാ പിന്നെ പറയാം. ഏ അല്ലേ? എടാ പോടാ, എല്ലാ പെൺകുട്ടികളുടെ ലാസ്റ്റ് ലെറ്റർ ഏ തന്നെയാ. അതിപ്പോ എന്താ? എന്നാ ശരി, അതിന്റെ അടുത്തുള്ളത് പറയാം. എന്നെ. ഇവൻക്ക് ഇതെങ്ങനെ? ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബാക്കി ഇവൻക്ക് തന്നെ അറിയാം. എനിക്ക് മനസ്സിലായി. കണ്ടോ, അക്ഷയ്ക്ക് വരെ മനസ്സിലായി. എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാല് അപ്പൊ നാളെ കാണാം. ഇവ റീനയുടെ കാര്യത്തിനാണോ പറയുന്നത്? അവിടെ നിന്നേ. എന്താ? ഞാൻ കണ്ടു. എന്ത്? നിനക്ക് അവനെ ഇഷ്ടാണോ, ഹൃത്തിക്കിനെ? എന്തൊക്കെ പറയുന്നേ? ഓഹോഹോ, മതി മതി മതി. ഹൃത്തിക്കിന് നിന്നെ ഇഷ്ടമാ. എന്തോന്ന് ചുമ്മാ തമാശ പറയാതെ. സത്യമായിട്ടും അവൻ എന്റെ ഫ്രണ്ട് അല്ലേ, എനിക്കറിയാം. അവനെ കണ്ടറിഞ്ഞൂടെ? കുറച്ച് ദിവസമായിട്ട് അവനക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയതാ. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? ഇല്ലടോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാലോ. നിനക്കെന്താ അവനോടുണ്ടോ? അത് പറ. നാളെ അവന് കഫേയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ? എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ട് പോലുമില്ല. അവൻ അങ്ങനെ, അവനൊരു മണ്ടന. അവൻക്ക് ഇതൊന്നും മാനേജ് ചെയ്യേണ്ട അറിയത്തില്ല. അതാ അവൻ അങ്ങനെ. നീ പേടിക്കണ്ട. നോക്കാം. സമാധാനായി. എന്റെ ദൈവമേ, പ്ലീസ് ഹൃത്തിക്കിനെയും ടീനെയും ഒന്ന് സെറ്റാക്കണേ. റീനയോട് ഇത് പറയണം. ഹൗ, അവളെ പരാതി അങ്ങ് തീരുമല്ലോ. 2 hours later. എന്താടി? നീ ഇവിടെ നിക്ക, ഞാൻ ഇപ്പൊ വരാം. എടി, വീട്ടിലെത്താൻ ലേറ്റ് ആവും. ഓ, ജസ്റ്റ് 1 മിനിറ്റ്, ഇപ്പൊ വരാടി. ഋതിക് നാളെ കഫേയിൽ കാണത്തില്ലേ? ഇവളെങ്ങനെ അറിഞ്ഞ്? ചിലപ്പോ റീന പറഞ്ഞു കാണും. റീനയും ഇവളും എപ്പോഴും ഒപ്പോ കാണാറ്. റീനക്കന്ത് തനിച്ചു വന്നാല് ഇവളെ കൂട്ടി വരുന്ന? വരുന്നുണ്ട്. നീ എന്തിനാ വരുന്നേ? ഞാൻ വരാതെ. റീനയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി വരിക. ഷോ, ഇതെല്ലാം കാരണം റീനയുടെ അച്ഛനാ. റീനയ്ക്ക് പേടിയാ ഒറ്റയ്ക്ക് നടക്കാന്. എന്തൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോ എന്താ പറയണ്ടേ? നാളെ കാണാം. എടി, നീ എന്തിനിപ്പോ അവന്റെ അടുത്തേക്ക് പോയേ? ഒന്നുമില്ല, നാളെ എന്റെ വക ചെലവ്. എന്താടി നിന്റെ വക ചെലവോ? വരുന്നില്ലേ? വരുന്നു.